പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായി? പടം എങ്ങനെ ഉണ്ടായി? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം കുഴപ്പമില്ല, സീനില്ല, നല്ല പടമാണ്, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ ആണ്, എന്നാലും സെക്കൻഡ് ഹാഫ് കൊള്ളാണ്, നല്ല രസം. രാജുവേട്ടൻ പൊളി, ഒന്നും പറയാനില്ല. അഭിനയം സീൻ, അവന്റെ കൂടെ ഒരു പുള്ളിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സീൻ അഭിനയം പറയാനില്ല, സീൻ അഭിനയം. പടം കണ്ടായിരുന്നു? പടം കണ്ടായിരുന്നു? പടം കണ്ടു. പടം കണ്ടായിരുന്നു? പടം കണ്ടേട്ടോ ചേട്ടാ? പടം കണ്ടേ? രക്ഷയില്ല, അടിപൊളി പടം. ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല, പൊളി പടം. ചേട്ടാ പടം കണ്ടേ? പടം കണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. 3 മണിക്കൂറുണ്ട്. എന്താ അടിപൊളി അഭിനയമാണ്, അടിപൊളി പടം കണ്ടായിരുന്നു? പടം നന്നായിട്ടുണ്ട്. പ്രവാസിയുടെ ആദ്യകാല ജീവിതകഥ അങ്ങനെ പകർത്തി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ മോനെ ഏതാ അഭിനയം, പുള്ളി വേറെ ലെവല് പടം, ഒന്നും പറയാനില്ല. പടം കണ്ടേ? പടം കണ്ടായിരുന്നു? ഫസ്റ്റ് വാച്ച് പോയി കണ്ടു, എല്ലാവരും പോയി കണ്ടു. പടം കണ്ടായിരുന്നു? പടം കണ്ടായിരുന്നു ചേച്ചി? നല്ല പടമായിരുന്നു കേട്ടോ. ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല അഭിനയം കണ്ടോ, നല്ല അങ്ങനെ കഴിഞ്ഞിരുന്നു തിയേറ്ററിൽ ഇരുന്ന് കണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, നല്ല ഭംഗിയായിരുന്നു, നല്ല ഫീലിംഗ് ആയിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം ഭയങ്കര ഇമോഷണൽ ആണ്. പടം കണ്ടിറങ്ങുന്നേ ഉള്ളൂ. മനസ്സ് ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ഗംഭീര സിനിമയാണ്. എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാവരും രാജുവേട്ടൻ എടുത്ത് പറയണം. ഭയങ്കര ഗംഭീര പടം, എല്ലാവരും പോയി കാണാം എന്തായാലും. അടിപൊളി, കണ്ണു നിറഞ്ഞോ? നമുക്ക് ഇമോഷണൽ ആവും. ഈ തിയേറ്ററിൽ ചോദിച്ച ആൾക്കാരൊക്കെ പറയുന്നത് മലയാള പ്രേക്ഷകർ നടന്മാരെല്ലാവരും പൃഥ്വിരാജിനെ കണ്ടു പഠിക്കണമെന്നാണ് പറയുന്നത്. മൊത്തത്തില് അത്രമാത്രം കഷ്ടപ്പാട് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇല്ല, അങ്ങോട്ട് ചെല്ലും, ഇപ്പൊ ഷോ ഇടും, അങ്ങോട്ട് ചെല്ലും. എന്നാലും നല്ലപോലെ അവരെല്ലാവരും കഷ്ടപ്പെട്ടതിന് നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഗംഭീര സിനിമയായിരുന്നു. ബ്ലസ്സി സാറിന്റെ ഡയറക്ഷനൊക്കെ എങ്ങനെയാണെന്ന്? അതെ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും പെർഫോമൻസസും ഒക്കെ ഒരുപാട് വിഷമവും ഒരുപാട് കരച്ചിലും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും സന്തോഷവും ഹോപ്പും ഒക്കെ ഉണ്ട് അതിൽ.